ഇതാണ് റിയാദിലെ ബോളിവുഡ് സിറ്റി. ഇത് പ്യുവർലി ഒരു എൻ്റർടൈൻമെൻറ്റ് സോണാണ്. ഇവിടെ ഔട്ട്ഡോർ സിനിമാസ്, കഫേസ്, റെസ്റ്റോറൻറ്റ്, ഹുക്ക ലോഞ്ചസ് അങ്ങനെ ഒരുപാട്, അതായത് ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ തന്നെയാണ്. എപ്പോൾ പോയാലും നല്ല തിരക്കുള്ള നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് ഈ ബോളിവുഡ് സിറ്റി എന്ന് പറയുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് പോയതൊന്നുമല്ല. അതിൽ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ, തിരക്കുണ്ടോ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നല്ല ടയർഡായിരുന്നു, അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും ഒരു 6 മണിക്ക് ശേഷമാണ് അവിടെ പോകേണ്ടത്. കാരണം ഫുള്ള് LED ബോർഡ്സ്, ലൈറ്റ് ഷോസാണ് കൂടുതലുള്ളത്. അപ്പം അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ആ ഒരു നൈറ്റ് ടൈമിൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഈ കമ്പീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം. അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങനെ ഹസിനോട് പറയായിരുന്നു, നാട്ടിലെ ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂവിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ കിട്ടുന്നത്. അതേപോലെ നടന്നിട്ട് ഇങ്ങനെ പോകണം. അപ്പം നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ക്യൂവിൽ നിർത്തിയിട്ട് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ നമ്മളെ. നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം പാട്ട് കേട്ട് മോളിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവിടെ ആൾക്കാരുണ്ടോ എന്നുള്ളതൊന്നും ബോധർ ചെയ്തില്ല, കുറവൊന്നും കാണിച്ചില്ല. അപ്പം ഡാൻസ് ചെയ്തപ്പോൾ ഞങ്ങളത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അറിയുന്ന സ്റ്റെപ്പൊക്കെ വെച്ച് അവൾ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും ലൈറ്റ് ഒന്ന് ഡിമ്മായി. അപ്പം നല്ല രീതിയിൽ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നടന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഷോപ്സ്, അങ്ങനത്തെ ഓരോ ഔട്ട്ലെറ്റ്സൊക്കെ കാണാൻ പറ്റും. ഔട്ട്ലെറ്റ്സിൻ്റെ ഒക്കെ മുകളിലൂടെ LED ബോർഡിൽ പരസ്യമാണ്. പല ബ്രാൻഡഡ് ഇതിൻ്റെയും ആഡ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചില സമയത്ത് നല്ല ഭംഗിയിൽ ലൈറ്റ് ഷോസ് ഉണ്ടാവും. ഇതേപോലെ കുറച്ചിങ്ങനെ അതിൽ തന്നെ നോക്കിയിരിക്കാൻ തോന്നും കുറച്ച് സമയം. 2-3 സ്ഥലത്ത് ഈ ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. ബട്ടർഫ്ലൈൻ്റെ രൂപത്തിലും പിന്നെ ഫോട്ടോ ഫ്രെയിമിൻ്റെ രൂപത്തിൽ നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ എടുക്കണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കാരണം നല്ല തിരക്കായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ബലൂൺസ് കൊടുക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അത് അവർ അവിടുന്ന് കാറ്റ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല തിരക്കായിരുന്നു. ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് എല്ലാവർക്കും നിറച്ച് കൊടുക്കുമ്പോഴത്തേക്കും 1/2 മണിക്കൂർ എടുക്കും. അതിന് മോൾക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞ് അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് കാത്തു നിന്നെങ്കിലും ബലൂണൊക്കെ കിട്ടി. യുവമോൾക്ക് സന്തോഷമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു ഫൗണ്ടെയിൻ ഉണ്ട് അവിടെ, ഒരു കുളമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഈ ലൈറ്റ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. നല്ല ക്രൗഡഡ് ആയിരുന്നു. ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയാൽ ആളെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഈ കാണുന്നതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഫൗണ്ടെയിൻ. ഒരു വലിയൊരു പൂള്, അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ലൈറ്റ് ഷോസൊക്കെ ആയിട്ടുള്ള ഒരു ഫൗണ്ടെയിന്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രെയിം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൾക്കാരുടെ ഇടയിൽ കൂടെ പോയിട്ട് എങ്ങനെയെങ്കിലും ഒരു ഫ്രെയിം കണ്ടെത്തിയിട്ട് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു സ്പേസ് കിട്ടിയപ്പം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തി. അപ്പം അവിടെയാണ് ഈ വെള്ളത്തിൻ്റെ ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഒരുപാട് മക്കൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൊടുത്തു. മോള് കുറേ സമയം അവിടെ വെള്ളത്തിൽ കളിച്ചു. ഈ ലൈറ്റ്സ് ഇങ്ങനെ വരുമ്പം വെള്ളത്തിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയാണ്.